കനത്ത മഴയെ തുടർന്ന് ചാലക്കുടി അതിരപ്പള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടുവെന്ന് തൃശൂർ ബ്യൂറോ. മുളങ്കൂട്ടം റോഡിലേക്ക് മറിഞ്ഞു വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. മുള നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സൂരജ് സജി വിശദാംശങ്ങൾ നൽകും. പറയൂ സൂരജ്. എസ്കേൻ, ഉച്ചതിരിഞ്ഞ് തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ നഗരത്തിലടക്കം വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് അതിരപ്പള്ളി ചാലക്കുടി പാതയിൽ വലിയ മുളങ്കൂട്ടം അത് റോഡിന് നടുവിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി ഈ പാതയിലൂടെ, അതായത് അതിരപ്പള്ളിയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളും അവിടെ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ ഈ മുളങ്കൂട്ടം മുറിച്ചു മാറ്റി ഇവരുടെ യാത്ര സുഗമമാക്കുന്നതിനുള്ള ഒരു നടപടി അത് വനംവകുപ്പ് ഇടപെട്ട് നടത്തുന്നുണ്ട്. പക്ഷേ വലിയ മുളങ്കൂട്ടം ഈ റോഡിന് നടുവിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും ഈ മുളങ്കൂട്ടം മുറിച്ചു മാറ്റാൻ എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ അതിരപ്പള്ളിയിൽ നിന്ന് ചാലക്കുടിയിലേക്കും ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കുമുള്ള ഗതാഗതം അത് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ജില്ലാ ഭരണകൂടം അടക്കം വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിന്റെ മലയോര മേഖലകളിലെല്ലാം കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഈ രാത്രികാലങ്ങളിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു നിർദ്ദേശം ഉയരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ്. എന്തായാലും തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുന്നു. പ്രധാന പാതയായിട്ടുള്ള അതിരപ്പള്ളി ചാലക്കുടി പാതയിൽ ഇപ്പോൾ ഈ മുളങ്കൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്.